ഇറാനും അമേരിക്കയും ഇപ്പോൾ ഒമാനിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആണവ ചർച്ച ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇറാൻ മീഡിയകൾ പറയുന്നത് പ്രകാരം ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെയും അമേരിക്കയുടെയും ഇടയിൽ അവരുടെ സന്ദേശങ്ങൾ ഇപ്പോൾ ഒമാൻ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരു അന്തിമ തീരുമാനങ്ങളിൽ എത്തിയിട്ടില്ല. ഒരുപക്ഷെ കൂടുതൽ സമയം ചർച്ചയ്ക്ക് ആവശ്യമായി വരും എന്നാണ് ഇപ്പോൾ ഇറാൻ മീഡിയകൾ പുറത്തുവിടുന്നത്. അതിശക്തമായ സൈനിക അഭ്യാസം ഇറാനിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു. അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ കണ്ട ഒരു പ്രേക്ഷകൻ അദ്ദേഹം എനിക്ക് വാട്സപ്പ് വഴി ഒരു ലിങ്ക് അയച്ചു തന്നു. അതോടൊപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇയാൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ട്, അയാൾക്ക് നിങ്ങൾ മറുപടി പറയണമെന്ന്. അപ്പോൾ എന്താണ് വിഷയമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സൗദി അറേബ്യയിൽ അമേരിക്കയുടെ മിലിറ്ററി ബേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാൻ ആ വാട്സപ്പ് വഴി ലഭിച്ച ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്തു. പക്ഷെ വീഡിയോ ഒന്നും ഞാൻ കൂടുതലായി കണ്ടില്ല. പക്ഷെ അതിന്റെ കമന്റുകൾ ഞാൻ വായിക്കാമെന്ന് കരുതി. അങ്ങനെ കമന്റ് വായിച്ചപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ പ്രേക്ഷകരായ ആളുകൾ തന്നെ അദ്ദേഹത്തിന് വേണ്ട മറുപടികളൊക്കെ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത മെസ്സേജുകളൊന്നും ഞാൻ കണ്ടതുമില്ല. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് വാട്സപ്പിൽ എനിക്ക് ലിങ്ക് അയച്ചു തന്ന അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇതിന് മറുപടി ഒന്നും പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, അദ്ദേഹത്തിന് വേണ്ട മറുപടികൾ ആളുകൾ കമന്റിൽ നൽകിയിട്ടുണ്ടല്ലോ, പിന്നെ അതൊരു ശരയിയായ വിഷയം, നമ്മൾ എന്തായാലും മറുപടി പറഞ്ഞേ തീരൂ, അങ്ങനെയുള്ള ഒരു വിഷയമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ താഴെ ചില ആളുകൾ ഞാൻ ഇങ്ങനെ കള്ളം പറഞ്ഞു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചില കമന്റുകൾ കാണാനിടയായി. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഇടയിൽ അത് വിശദീകരിക്കൽ അനിവാര്യമായി വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഈ സമയം കവർന്നെടുക്കുന്നത്. സൗദി അറേബ്യയിൽ അമേരിക്കക്ക് ബേസുകൾ ഉണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ സൗദി അറേബ്യയിലെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹത്തിനോടൊന്നും കാര്യങ്ങൾ ചോദിച്ച് അവിടെ ബേസ് ഉണ്ടോ ഇല്ലേ എന്നതൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഫോം വിളിക്കാനോ ഇതൊന്നും ഇപ്പൊ നമുക്ക് കയ്യിലല്ലോ, നമ്മൾ സാധാരണക്കാരല്ലേ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വോയിസുകൾ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ന്യൂസുകളും മറ്റുമൊക്കെയാണ്. സൗദി അറേബ്യയിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും ഈ മിലിറ്ററി ബേസുമായി അടുക്കാൻ കഴിയില്ല. ഒരുപക്ഷെ അവിടെ വല്ല സ്റ്റാഫായി ജോലി ചെയ്യാനൊക്കെ പറ്റിയ ആളുകളുണ്ടെങ്കിൽ ഒരുപക്ഷെ സാധിച്ചേക്കാം. അതല്ലാതെ നമുക്കവിടെ പോകാനും ചോദിക്കാനുള്ള അവസരമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതുപോലുള്ള ന്യൂസുകൾ ഞാൻ പ്രധാനമായും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ന്യൂസുകളെല്ലാം ഞാൻ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് പറയാറുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ബോർഡൊക്കെ ഇവിടെ ആവശ്യമായി വരുന്നത്. ഞാൻ ആ ലിങ്കുകളൊക്കെ യഥാർത്ഥ സൈറ്റുകളിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാറുള്ളത്. അതിൽ പ്രധാനമായും അമേരിക്കൻ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ചാനലുകളും അതേസമയത്ത് യൂറോപ്പ് അനുകൂല ചാനലുകളും ഉണ്ടാകും. യൂറോപ്യൻ വിരുദ്ധ ചാനലുകളാണ് RT, അതുപോലെ സ്പൂട്നിക്, ഇതെല്ലാം റഷ്യയുടെ പത്രങ്ങളും ന്യൂസുകളും ചാനലുകളുമാണ്. മിലിറ്ററി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അതിൽ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആക്രമണം നടത്താൽ അതിന്റെ വിശകലനങ്ങളൊക്കെ ആണെങ്കിൽ ആവിയ പ്രോ എന്ന് പറയും. ഇത് റഷ്യയുടെ തന്നെ ഒരു മിലിറ്ററി ചാനലാണ്. അതായത് ഡിഫൻസ് സംവിധാനങ്ങൾ, ആയുധങ്ങളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്ന ചാനലാണ്. ഇത് 2 ഭാഷകളിൽ, ഒന്ന് റഷ്യൻ ഭാഷയിലും അതുപോലെ ഇംഗ്ലീഷ് ഭാഷയിലും ഉണ്ട്. ഇത് രണ്ടും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റേതെങ്കിലും ഭാഷയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതോടൊപ്പം തന്നെ ഇതിന്റെ വിരുദ്ധ ഏരിയയിലുള്ള ചാനലുകളാണ് BBC അല്ലെങ്കിൽ CNN, അതുപോലെ തന്നെ വാഷിംഗ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ്, ഇങ്ങനെയുള്ള പത്രങ്ങളൊക്കെ. ന്യൂയോർക്ക് ടൈംസ് പലപ്പോഴും നമുക്ക് നേരിട്ട് വായിക്കാൻ കഴിയാറില്ല, അതിന് കാശ് നൽകി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട്. പക്ഷെ ആ ന്യൂസുകൾ മറ്റു ചാനലുകൾ എടുത്തുദ്ധരിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അതുപോലെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട പല വാർത്തകളും നമ്മൾ ജെറുസലം പോസ്റ്റ്, അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇസ്രായേൽ, ഇതൊക്കെ നമ്മൾ അവലംബിക്കാറുണ്ട്. കാരണം അവരുടെ ചാനലുകളാണല്ലോ കൂടുതൽ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ നമുക്ക് ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും പറ്റുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും രാഷ്ട്രങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പ്രാദേശിക ചാനലും നമ്മൾ പരിശോധിക്കാറുണ്ട്. ഉദാഹരണം സിറിയയിൽ ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ സിറിയയിലുള്ള അറബ് ചാനലുകൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ ഇറാനിലാണെങ്കിൽ ഇറാന്റെ ചാനലുകൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനകളൊക്കെ പലപ്പോഴും അവരുടെ ട്വിറ്റർ പേജുകൾ, എക്സ് പേജുകളാണ് നമ്മൾ അവലംബിക്കാറുള്ളത്. ഇന്നലെ ഞാൻ നിങ്ങളോട് അറാഖ്ജിയുടെ, ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പറഞ്ഞിരുന്നു. ആ പ്രസ്താവന യഥാർത്ഥത്തിൽ അറാഖ്ജിയുടെ തന്നെ എക്സിൽ തന്നെ അദ്ദേഹം ട്വീറ്റ് ചെയ്ത വാർത്തയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ അതിന്റെ എല്ലാം സോഴ്സുകൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാറുള്ളത്. ഇനി അതിന്റെയൊക്കെ ഔദ്യോഗിക തലങ്ങളിൽ തന്നെ തെറ്റ് സംഭവിച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഏതായാലും അമേരിക്കക്ക് സൗദി അറേബ്യയിൽ
ബേസുകളുണ്ടോ? ഇയാളുടെ പ്രധാനപ്പെട്ട ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ ആരെയും നിസ്സാരപ്പെടുത്താനൊന്നും പാടില്ല. ഇസ്ലാമിക വിഷയങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ സംവാദങ്ങളും ഖണ്ഡനങ്ങളും ഒക്കെ നടത്താറുണ്ട്. പക്ഷെ ഇത്ര നിസ്സാരമായൊരു കാര്യത്തിൽ ഞാനിങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വന്നത് എനിക്ക് തന്നെ ഒരു ദുഃഖം തോന്നുകയാണ്. ആളുകളൊക്കെ യൂട്യൂബിൽ പലതും പറയാറുണ്ട്, അതിലൊക്കെ പലതും തെറ്റാണ് എന്ന് നമുക്കും തോന്നാറുണ്ട്. പക്ഷെ അതിനൊന്നും നമ്മൾ പ്രതികരിച്ച് വരാറില്ല. അവരെന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാകും, അത് പറയുകയായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഞാൻ പേരെടുത്ത് അദ്ദേഹത്തിന്റെ ചാനലൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. മാത്രമല്ല, എന്നെ കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ചാനലിൽ ഉയർച്ചയോ വളർച്ചയോ കിട്ടുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തോട്ടെ, എനിക്കതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഏതായിരുന്നാലും നമുക്ക് അമേരിക്കയുടെ ബേസ്, സൗദി അറേബ്യയിലുള്ള ബേസ് ഏതാണ് എന്ന്, അല്ലെങ്കിൽ അവിടെ ബേസ് ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇത് അൽ ജസീറ പുറത്തുവിട്ട ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ റിപ്പോർട്ടാണ്. ഈ അൽ ജസീറയുടെ ഈ റിപ്പോർട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം ജൂൺ 12, 2025 ജൂൺ 12, അതായത് ജൂണിലാണ് ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടായത്. ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. അൽ ജസീറയാണ്. ഇനി ലിങ്ക് വേണമെങ്കിൽ, വിശ്വാസം അല്ലെങ്കിൽ ലിങ്കുകളുടെ മുകളിൽ കാണാം. ഞാൻ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും വ്യാജമായി ഉണ്ടാക്കിയതല്ല. ഈ വാർത്തയുടെ ഹെഡിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മാപ്പിംഗ് US ട്രൂപ്സ് ആൻഡ് മിലിറ്ററി ബേസസ് ഇൻ ദി മിഡിൽ ഈസ്റ്റ്. മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനികർ അതുപോലെ തന്നെ മിലിറ്ററി ബേസുകൾ എവിടെയൊക്കെയാണ് എന്നതാണ് ഇതിൽ പറയുന്നത്. തുടക്കത്തിൽ പറയുന്നു, മിഡിൽ ഈസ്റ്റിൽ പതിറ്റാണ്ടുകളായി ഏകദേശം 19 സൈറ്റുകളിൽ അമേരിക്ക അവരുടെ മിലിറ്ററി ആക്ടിവിറ്റീസുകളൊക്കെ നടത്തി വരുന്നുണ്ട്. അവിടെ ഏകദേശം 40,000 മുതൽ 50,000 വരെ സൈനികരും ഉണ്ട് എന്ന് അവിടെ പറയുകയാണ്. ഇവിടെ പറയുന്നു, പതിറ്റാണ്ടുകളായി അമേരിക്കൻ മിലിറ്ററി മിഡിൽ ഈസ്റ്റിൽ പല ബേസുകളും ഓപ്പറേറ്റ് ചെയ്തു വരുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദി കൗൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻസ്. ഈ അൽ ജസീറയ്ക്ക് ഈ വിവരം ലഭിച്ച സോഴ്സ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയത്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു സോഴ്സ് പറയണമല്ലോ. ദ US ഓപ്പറേറ്റ്സ് എ ബ്രോഡ് നെറ്റ്വർക്ക് ഓഫ് മിലിറ്ററി സൈറ്റ്സ്. US ഒരുപാട് മിലിറ്ററി സൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്തു വരുന്നുണ്ട്, ബോത്ത് പെർമനന്റ് ആൻഡ് ടെമ്പററി, അക്രോസ് അറ്റ്ലീസ്റ്റ് 19 ലൊക്കേഷൻസ് ഇൻ ദി റീജിയൻ. മിഡിൽ ഈസ്റ്റിൽ ഏകദേശം 19ഓളം സൈറ്റുകളിൽ അമേരിക്ക മിലിറ്ററി ബേസുകൾ ഓപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിൽ ചിലതെല്ലാം പെർമനന്റ് ആണ്, ചിലത് ടെമ്പററി ആണ്, ചിലത് താൽക്കാലികമാണ്, ചിലത് അവരുടെ സ്ഥിരമായ ബേസുകളുമാണ്. എന്നാൽ ഏതെല്ലാമാണ് സ്ഥിരമായത് എന്ന് നമുക്ക് നോക്കാം. ഓഫ് ദീസ് 8 ആർ പെർമനന്റ് ബേസസ്. എന്നാൽ ഇതിൽ 8 പെർമനന്റ് ബേസ് ആണ്, അതായത് താൽക്കാലികമുള്ളതല്ല, ടെമ്പററി അല്ല, പെർമനന്റ് ബേസുകളാണ്. അത് എവിടെയെല്ലാമാണ് ഉള്ളത്? ലൊക്കേറ്റഡ് അക്രോസ് ബഹ്റൈൻ, ഈജിപ്ത്, ഇറാഖ്, ജോർദാൻ, കുവൈത്ത്, ഖത്തർ, സൗദി അറേബ്യ ആൻഡ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഈ 8 സൈറ്റുകളിലാണ് സ്ഥിരമായി അമേരിക്കക്ക് മിലിറ്ററി ബേസുകൾ ഉള്ളത്. ഏതെല്ലാമാണ് പറഞ്ഞത്? ഒന്ന് ബഹ്റൈൻ, ഈജിപ്ത്, ഇറാഖ്, ജോർദാൻ, കുവൈത്ത്, ഖത്തർ, സൗദി അറേബ്യ, അതുപോലെ UAE. ഈ 8 സൈറ്റുകളിലാണ് പെർമനന്റ് ആയിട്ടുള്ളത്. നമുക്ക് ഇത്തരം സോഴ്സുകളൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇത് അൽ ജസീറ തന്നെ ഇതിന്റെ സോഴ്സുകൾ അതും പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം രാജാവുമായി കമ്മ്യൂണിക്കേറ്റ് നടത്താനൊന്നും നമുക്ക് കഴിയില്ല. ഇനി ഇത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് ഈ അമേരിക്കയുടെ മിലിറ്ററി ബേസുകൾ വിക്കിപീഡിയയിൽ പരിശോധിച്ചാലും കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് വിക്കിപീഡിയ ആണ്, ലിസ്റ്റ് ഓഫ് അമേരിക്കൻ മിലിറ്ററി ഇൻസ്റ്റാളേഷൻ. ഇതിന്റെ താഴെ ഇവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതിന്റെ അവസാന ഭാഗം സൗദി അറേബ്യ കോസ്റ്റ് ഗാർഡ് ബേസസ്. ഇതൊരു വലിയ ലിസ്റ്റാണ്, 100 കണക്കിന് സൈറ്റുകൾ ഇതിൽ കാണാൻ സാധിക്കും. അമേരിക്കക്ക് അകത്തുള്ള സൈറ്റുകളും അവരുടെ പുറമേയുള്ള സൈറ്റുകളും ഇതിൽ ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കാണാം സൗദി അറേബ്യ കോസ്റ്റ് ഗാർഡ് ബേസസ്. ഇത് വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ ഒരു ബേസ് ഉണ്ട് എന്ന കാര്യം വിക്കിപീഡിയയിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി വിക്കിപീഡിയയിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫസ്റ്റ് ഭാഗത്ത് ഒരു ഇമേജ് കാണാൻ സാധിക്കും. ആ ഇമേജിൽ ഞാൻ പറഞ്ഞത് ഒരുപാട് സൈറ്റുകൾ അമേരിക്ക കൺട്രോൾ ചെയ്യുന്ന സൈറ്റുകൾ ഉണ്ട്, മിലിറ്ററി ബേസുകൾ. അത് അമേരിക്കയിലുള്ളതുണ്ട്, ജോയിന്റ് ബേസുകളുണ്ട്, അതായത് മറ്റൊരു രാഷ്ട്രത്തിൽ ആ രാഷ്ട്രവുമായി ജോയിന്റ് ആയിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മിലിറ്ററി ബേസുകളുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലുള്ള ബേസുകളെല്ലാം അത്തരത്തിലുള്ളതാണ്, ജോയിന്റ് ബേസുകളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ കൺട്രീസ് വിത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ് മിലിറ്ററി ബേസസ് ആൻഡ് ഫെസിലിറ്റി. അമേരിക്കയുടെ മിലിറ്ററി ബേസുകളും ഫെസിലിറ്റിയുമുള്ള രാഷ്ട്രങ്ങൾ. ആ കൂട്ടത്തിൽ ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, അങ്ങനെ സംവിധാനമുള്ള രാഷ്ട്രങ്ങളെയാണ് ഇതിൽ റെഡ് കളറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോ ആ കൂട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് സൗദി അറേബ്യ ആണ് എന്നാണ്. ഈ രാഷ്ട്രങ്ങളിലെല്ലാം അമേരിക്കക്ക്
മിലിറ്ററി ബേസുകളും ഫെസിലിറ്റികളും ഉണ്ട് എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ കാര്യങ്ങൾ നമുക്കൊക്കെ നോക്കിയാൽ കിട്ടും. മാത്രമല്ല, ഇങ്ങനെയൊക്കെ വിമർശിക്കാൻ വരുന്ന സമയത്ത് ഒരാൾ വിമർശിക്കാൻ വരുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മുടെ കൈകളിലൊക്കെ ഗൂഗിൾ ഉണ്ട്. അതിലൊന്ന് സെർച്ച് ചെയ്താൽ ഈ വിവരങ്ങളൊക്കെ ലഭിക്കുമല്ലോ. അങ്ങനെ ഒരു ഔദ്യോഗികമായ സൈറ്റിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളെ നമ്മൾ വിമർശിക്കാൻ പോകേണ്ടതുമില്ല. അങ്ങനെ വിമർശിക്കുമ്പോൾ നമ്മൾ സ്വയം ചെറുതാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്നെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുകയാണ് എന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ ഉണ്ടാവുമോ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഇത് പറയേണ്ടി വന്നത്. നിങ്ങളെ സമയം ഞാൻ അധികം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്തായിരുന്നാലും ആ പറഞ്ഞ വ്യക്തിയോടും എനിക്ക് വിരോധമോ അല്ലെങ്കിൽ ദേഷ്യമോ ഒന്നുമില്ല. സ്നേഹവും സഹതാപവും മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം നമുക്കൊക്കെ പറയാനുള്ളത്, ഇതൊക്കെ മിഡിൽ ഈസ്റ്റിലുള്ള പ്രധാനമായും ഗൾഫ് നാടുകളൊക്കെ ഈ ഒരു ഘട്ടത്തിൽ വലിയ ഭീഷണിയിലാണ്. അള്ളാഹു നമ്മുടെ പ്രവാസികളായ ആളുകളുടെ എല്ലാ സംവിധാനങ്ങളും സംരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ഒരു വലിയൊരു യുദ്ധമില്ലാതെ സമാധാനത്തിലേക്ക് ഈ ചർച്ചകൾ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം യുദ്ധമുണ്ടായാൽ ആർക്കും ഗുണം ചെയ്യുകയില്ല. നമ്മുടെ നാട്ടിലുള്ളവർക്കും ഗുണമല്ല, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഗുണമല്ല, ആർക്കും ഗുണമല്ല. പക്ഷെ ചില ആളുകൾക്ക് ആയുധം വിറ്റ് അതിലൂടെയൊക്കെ നേടാൻ സാധിക്കും. അത്തരം ആളുകളുടെ ഇസ്രയേലും അമേരിക്കയും ഒക്കെ എല്ലാ കാലവും യുദ്ധം ചെയ്ത് അതിലൂടെ പണമുണ്ടാക്കി ജീവിക്കുന്നവരാണ്. അവർക്ക് നേട്ടമുണ്ടാകും എന്നതൊഴിച്ചാൽ ബാക്കിയുള്ള ആളുകൾക്കെല്ലാം യുദ്ധം എന്ന് പറയുന്നത് വലിയ സാഹസികതയും വലിയ പ്രതിസന്ധിയുമായിരിക്കും ഉണ്ടാക്കുക. അതുകൊണ്ട് ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.